أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1558 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 139 മുതൽ 144 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 139 മുതൽ 144 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. യൂനുസ് അലൈഹിസ്സലാമിനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സുപ്രധാന ചരിത്ര സംഭവങ്ങളെ പരാമർശിക്കുന്ന ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന സൂറത്തു സ്വാഫാത്തിലെ 139 മുതലുള്ള ഏതാനും ആയത്തുകൾ. ആ വിവരണത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അതുപോലെ തുടർന്ന് ഇല്യാസ് അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ സൂറത്തു സ്വാഫാത്തില് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു ഇവിടെ ചർച്ചയിൽ കൊണ്ടുവരികയുണ്ടായി. മക്കയിലെ അഭിസംബോധിത സമൂഹത്തിന് അവരുടെ നിലപാടും അവരുടെ സാഹചര്യവും അവർ സ്വീകരിക്കുന്ന നയങ്ങളുമൊക്കെ ഏതു വിധത്തിലുള്ളതാണ് എന്നത് ഒരു താരതമ്യത്തിലൂടെ തിരിച്ചറിയാൻ ഉപകരിക്കുന്ന വിധത്തിലാണ് ഈ ചരിത്ര സംഭവങ്ങളും ചരിത്ര കഥാപാത്രങ്ങളും ഒക്കെ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ യൂനുസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. നമുക്ക് ആദ്യം ഞാൻ വായിച്ചു വെച്ച ഈ ആയത്തുകളുടെ ആശയം മനസ്സിലാക്കാം. തുടർന്ന് ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാം. വൈന്ന യൂനുസ ലമിനൽ മുർസലീൻ. തൊട്ടു മുമ്പ് ഇല്യാസ് അലൈഹിസ്ലാമിനെ പരാമർശിച്ച വിധത്തിൽ തന്നെയാണ്, അതുപോലെ ലൂത്ത് അലൈഹിസ്ലാമിനെ പരാമർശിച്ച വിധത്തിൽ തന്നെയാണ് ഇവിടെ യൂനുസ് അലൈഹിസ്ലാമിനെയും പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. വൈന്ന യൂനുസ് ലമിനൽ മുർസലീൻ. നിശ്ചയമായിട്ടും യൂനുസ് ദൂതന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു. അല്ലാഹു ഒരു ചുമതല ഏൽപ്പിച്ച് ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായി നിയോഗിച്ചയച്ച വ്യക്തി തന്നെയായിരുന്നു യൂനുസ് അലൈഹിസ്സലാം. മുർസലായിരുന്നു അദ്ദേഹം.
ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, അദ്ദേഹം നിറഞ്ഞ കപ്പലിലേക്ക് ഒളിച്ചോടിയ ആ സന്ദർഭം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ. മഷ്ഹൂൻ എന്നത് നിറഞ്ഞ, കുത്തി നിറച്ച എന്നൊക്കെയുള്ള, ഫുള്ളി പാക്ഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാവുന്ന വിധത്തിലുള്ള ഒരാശയമാണ് തരുന്നത്. ഷാഹിന എന്ന വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും. ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള വലിയ വാഹനങ്ങൾക്ക്, ട്രക്കുകൾക്കൊക്കെയാണ് അറബി ഭാഷയിൽ, മോഡേൺ അറബിക്കിൽ ഷാഹിന എന്നിട്ടോ പറയാറുള്ളത്. അത് നന്നായി ലോഡ് ചെയ്തിട്ടുള്ള വണ്ടി, വാഹനം. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പലാണ്. ഈ ഷാഹിന എന്നതിന്റെ ഒരു മഫൂൽ ഫോമാണ് ഈ മഷ്ഹൂൻ എന്നത്. നിറയ്ക്കപ്പെട്ട, ഫുള്ളി ലോഡഡ് ആയ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥസൂചന. അബഖ എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുക. പ്രത്യേകിച്ച് ഒരു യജമാനനിൽ നിന്ന് ഒരു അടിമ ഒളിച്ചോടുന്നതിനാണ് ആ പദം അറബിയിൽ ഉപയോഗിക്കുക. അബഖ. അബഖ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേറെ ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതൊന്ന്, ഈ ആബിഖ് എന്നൊരു വാക്കാണ്. ആബിഖ് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുന്നവൻ. അറബിയിൽ അതിന് സമാനമായ മറ്റൊരു വാക്ക് ഹാരിബാണ്. ഹാരിബ്. അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഹുറൂബാവു എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഹുറൂബാവു എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ പിടുത്തത്തിൽ കൊടുക്കാതെ, പിടികൊടുക്കാതെ ഒളിച്ചോടി അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് സ്വയം അപ്രത്യക്ഷനായിക്കൊണ്ട് ഒരു രംഗത്തുനിന്ന് പിൻവാങ്ങുന്നതിനാണ് ഹുറൂബാവു എന്ന് പറയുന്നത്. അപ്പോ ഇബാഖ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു അടിമ യജമാനന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടുന്ന ആ പ്രക്രിയക്കാണ് ഇബാഖ് എന്ന് പറയാം. ഒരു പക്ഷെ ഇംഗ്ലീഷിൽ ഇതിനുള്ള വാക്ക് അബ്സ്കോണ്ട് എന്നാണ്. അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്രത്യക്ഷമാവുക, ഒളിച്ചോടുക, രംഗത്തുനിന്ന് ഡിസപ്പിയർ ചെയ്യുക. അതിനാണ് അബ്സ്കോണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ അബഖ എന്ന വാക്ക് നൽകുന്ന സൂചന അതാണ്. ഒരുപക്ഷെ ഈ അബ്സ്കോണ്ട് എന്നുള്ള വാക്ക് തന്നെയും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ഈ അറബി റൂട്ടിൽ നിന്നായിരിക്കണം. അബഖ എന്ന ഈ വാക്കിനാവാൻ സാധ്യതയുണ്ട്. ഞാനത് തറപ്പിച്ച് പറയില്ല, ഒരു സാധ്യതയുണ്ട്. അബഖ എന്നത് അബ്സ്കോണ്ട് എന്നതിന്റെ ഒരു സോഴ്സ് വേർഡ് ആവാൻ സാധ്യതയുണ്ട്. വൈദ അബഖ ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നന്നായി നിറഞ്ഞ, ഫുള്ളി ലോഡഡ് ആയ കപ്പലിൽ അദ്ദേഹം ഒളിച്ചോടി പാഞ്ഞു കയറിയ ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. അത് ഓർക്കേണ്ടത് തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. യൂനുസ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് രംഗം വിട്ട് ഓടുകയാണ്. എന്നിട്ട് അക്ഷമനായി നാട്ടില് എതിർപ്പുകളും അതുപോലെ പ്രതിഷേധങ്ങളൊക്കെ രൂക്ഷമായ ഒരു ഘട്ടത്തില് അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം രംഗം വിട്ട് ഓടി തീരത്ത് യാത്ര പുറപ്പെടാനായി നങ്കൂരമിട്ട് നിന്നിരുന്ന കപ്പലിൽ അത് ഓൾറെഡി ധാരാളം ആളുകള് അല്ലെങ്കിൽ ചരക്കുകളൊക്കെ നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അതില് കയറി പറ്റിക്കൂടിയ ഒരു സംഭവം, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പലിലേക്ക് അദ്ദേഹം ഒളിച്ചോടിയിട്ട് പാഞ്ഞു കയറിയ ആ സംഭവം ഓർക്കേണ്ടത് തന്നെയാണ്, സ്മരണീയമാണ്. ഫസാഹമ, അങ്ങനെ അദ്ദേഹം നറുക്കെടുപ്പിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ ഭാഗവാക്കായി. ഫകാന മിനൽ മുദ്ഹലീൻ, അങ്ങനെ തുടർന്ന് അദ്ദേഹം പുറന്തള്ളപ്പെട്ടവരിൽ പെടുകയും ചെയ്തു. ഫൽതഖമഹു അൽഹൂത്ത്,
അങ്ങനെ അദ്ദേഹത്തിന് മത്സ്യം വിഴുങ്ങി. വഹുവ മുലിയും, അദ്ദേഹം ആക്ഷേപാർഹനായിരിക്കുന്ന ആ അവസ്ഥയിൽ. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവനായി നിലകൊണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്നവനായി നിലകൊള്ളുന്ന അവസ്ഥയിലായിരുന്നില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിയുമായിരുന്നു. ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്നവൻ ആയിരുന്നില്ലെങ്കിൽ എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഒന്നാമത് യൂനുസ് അലൈഹിസലാം ഏത് കാലഘട്ടത്തിൽ, ഏത് ഭൂപ്രദേശത്ത്, ഏത് ജനതയ്ക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്നത് കണ്ടെത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിളിൽ ഇദ്ദേഹത്തെ ജോന എന്നാണ് സൂചിപ്പിക്കുന്നത്. JONAH എന്ന ഒരു സ്പെല്ലിംഗ് പാറ്റേണോട് കൂടി ജോന എന്നാണ് യൂനുസ് അലൈഹിസ്ലാമിന് പരാമർശിക്കപ്പെടുന്നത് കാണാം. അപ്പോ യൂനുസ് അലൈഹിസ്സലാം ഇത്തരം ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, പൗരാണിക ഇറാഖിലെ അസീരിയ പ്രദേശത്ത് നിനേവ എന്ന ഒരു പട്ടണത്തിലേക്കായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത് എന്നാണ്. നിനേവ പട്ടണത്തിൽ, അത് അസീരിയയുടെ ഭാഗമായിരുന്ന, പൗരാണിക ഇറാഖിന്റെ ഭാഗമായിരുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലേക്കാണ് ദൈവിക ദൂതനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരുന്നത്. ഏകദേശം ഒരു ലക്ഷത്തിലേറെ വരുന്ന ആളുകൾ ആ പ്രദേശത്ത്, ആ പട്ടണത്തില് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരിലേക്കാണ്, ദൈവിക മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അവർക്കിടയിൽ ദൈവിക പ്രവാചകൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിക്കാനാണ് അള്ളാഹു യൂനുസ് അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം അവർക്കിടയിൽ ആ പ്രവർത്തനങ്ങളുമായി നിലകൊണ്ടു. പക്ഷെ ജനങ്ങൾ അവരുടെ ബഹുദൈവത്വ വിശ്വാസവും വിഗ്രഹാരാധനയും അവരുടെ അധാർമികതയും അവരുടെ വഴിവിട്ട ജീവിതവും ഒന്നും കൈയൊഴിയാൻ കൂട്ടാക്കിയിട്ടുണ്ടായില്ല. യൂനുസ് അലൈഹിസ്സലാം നൽകിയ മാർഗദർശനം പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനോ, അദ്ദേഹം നൽകിയ ജീവിത മാതൃക പിന്തുടരാനോ ഒന്നും അവര് കൂട്ടാക്കിയില്ല, സന്നദ്ധരായില്ല. ഇതാണ് അദ്ദേഹം നേരിടേണ്ടി വന്ന അവസ്ഥ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. ആളുകള് തന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, തന്നോട് ശത്രുത കാണിച്ചുകൊണ്ട്, തന്നോട് വിരോധം കാണിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അവരോടുള്ള ഗുണകാംക്ഷയോടുകൂടി മാത്രമാണ് ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ആ സമൂഹം കൂട്ടാക്കിയില്ല. അവര് യൂനുസ് അലൈഹിസ്സലാമിനെ തീർത്തും അവഗണിച്ചുകൊണ്ട് ദൈവിക മാർഗത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ക്ഷണത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് അവര് പ്രതികരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൽ വലിയ ഇച്ഛാഭംഗം ഉണ്ടാക്കി, വലിയ നിരാശയും വിഷമമൊക്കെ ഉണ്ടാക്കി. സാധാരണഗതിയിൽ എല്ലാ പ്രവാചകന്മാരും സമാനമായ തിരസ്കാരവും നിഷേധവും ഒക്കെ നേരിടുന്നവർ തന്നെയാണ്. അവര് സഹനം അവലംബിച്ചുകൊണ്ട്, ക്ഷമ അവലംബിച്ചുകൊണ്ട് ആ പ്രവർത്തനം തുടരുകയും അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുന്നത് വരെ അവിടെ തന്നെ തങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുക. അതാണ് വേണ്ടത്. ഈ ആളുകൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, തന്നെ അനുസരിക്കാൻ സന്നദ്ധരാവുന്നില്ല എന്ന് കാണുമ്പോഴേക്ക്, അല്ലെങ്കിൽ കുറച്ചു കാലം ആ അവസ്ഥയിൽ തുടരുന്നതോടെ രംഗം വിട്ടു പോകാൻ അങ്ങനെ പ്രവാചകന്മാർക്ക്
അള്ളാഹു അനുമതി നൽകുന്നില്ല. പ്രവാചകന്മാര് ആ പ്രദേശത്ത് നിന്ന് ഹിജറ ചെയ്ത് പോവുകയാണെങ്കിൽ, പോകേണ്ടി വരികയാണെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അനുമതി കിട്ടണം. ആ അനുമതി കിട്ടുന്നത് വരെ അവിടെ തുടരുകയാണ് വേണ്ടത്. ഇതാണ് നമുക്ക് പരിചയമുള്ള എല്ലാ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. എന്നാൽ ഇവിടെ യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഒരല്പം അക്ഷമ കാണിച്ചുകൊണ്ട് തന്നെ രംഗം വിട്ടു പോവുകയാണ്. അള്ളാഹു അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇന്ന യൂനുസ് മിനൽ മുർസലീൻ, അദ്ദേഹം മുർസലുകളിൽ പെട്ടവൻ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതന്മാരിൽ പെട്ടവനാണ്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മശ്ഹൂൻ, മശ്ഹൂനായ ഒരു കപ്പലിലേക്ക് അദ്ദേഹം, നിറഞ്ഞ് ഫുള്ളി ലോഡഡ് ആയ ഒരു കപ്പലിലേക്ക് അദ്ദേഹം പാഞ്ഞു കയറി. അത് ഈ ദൗത്യ നിർവഹണം വഴിയിൽ ഉപേക്ഷിച്ച് അത് വിട്ടേച്ചുകൊണ്ട് രംഗം വിട്ട് ഓടുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തീരത്ത് യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കപ്പലിലേക്ക് പാഞ്ഞു കയറിയത്. ഒരുപക്ഷെ അദ്ദേഹം ഈ നിരാശയും വിഷമവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഘട്ടത്തില് തീരത്തോടടുത്ത് കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നതും അത് പുറപ്പെടാനായതും ഒക്കെ കാണാനിടയായപ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് അതിൽ പാഞ്ഞു കയറി നാട് വിട്ടാലോ എന്ന് തോന്നിപ്പോയതാവണം യൂനുസ് അലൈഹിസ്സലാം. എന്തായാലും അദ്ദേഹം അള്ളാഹുവിന്റെ അനുമതി ഇക്കാര്യത്തിൽ ലഭിക്കുന്നത് വരെ കാത്തു നിൽക്കുകയുണ്ടായില്ല എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മശ്ഹൂൻ, മശ്ഹൂനാണ് ആ ഷിപ്പ്. അത് ആവശ്യത്തിന് അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൽ ഓൾറെഡി പാക്ഡ് ആണ്, ഓൾറെഡി ലോഡഡ് ആണ്. യാത്രക്കാരായാലും ചരക്കുകളായാലും ആ കപ്പലിന് വഹിക്കാവുന്ന അത്രയും അതിൽ ഓൾറെഡി ആളുകളോ യാത്രക്കാരോ അതുപോലെ ചരക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ സൂചന. അങ്ങനെയുള്ള കപ്പലിലേക്കാണ് അദ്ദേഹം പാഞ്ഞു കയറുന്നത്. അപ്പൊ ഇതില് അബക്ക എന്നത് ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു പദമാണ്. അനുമതിയില്ലാതെ ഒളിച്ചോടുക, രംഗം വിട്ടോടുക എന്നൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് സൂചനയാണ്. അത് യൂനുസ് അലൈഹിസ്സലാമിന്റെ നിലപാടിനെ ആക്ഷേപിക്കുന്നതിന്റെ അതിനെ ആക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു കാര്യങ്ങൾ പരാമർശിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ഇവിടെ അബക്ക എന്നത്. അതിന് തുടർന്ന് പറയുന്നത് ഫസാഹമ. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു നറുക്കെടുപ്പില് ഭാഗവാക്കാകേണ്ടി വന്നു. കപ്പലിൽ ലോഡ് അധികമായപ്പോ കപ്പൽ മുങ്ങിപ്പോകാനിടയുണ്ട് എന്ന ഒരു ആശങ്ക പടർന്നു. സ്വാഭാവികമായിട്ടും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം കപ്പല് ഒരു പാകത്തിനുള്ള ലോഡാക്കി നിർത്തിയിട്ടില്ലെങ്കിൽ കടലില് മുങ്ങി താന്നു പോകും എന്ന ഒരു ഭീതി ജനിച്ച ഘട്ടത്തില് കപ്പലിന്റെ ബന്ധപ്പെട്ട ആളുകള്, കപ്പിത്താനും അതുപോലെയുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് കപ്പലിൽ ഭാരം കുറയ്ക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം. അങ്ങനെ അതിനെ തുടർന്ന് ആരെയാണ് ഇപ്പോ ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തീരുമാനിക്കണമല്ലോ. അങ്ങനെ തീരുമാനിക്കുന്നതിന് വേണ്ടി അവര് നറുക്കെടുത്തു എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അപ്പോ ഫസാഹമ, അദ്ദേഹം ആ നറുക്കെടുപ്പില് ഭാഗവാക്കാകേണ്ടി വന്നു. ഫക്കാന മിനൽ മുദ്ഹലീൻ, അങ്ങനെ പുറത്തേക്ക് എടുത്തെറിയപ്പെട്ട, പുറത്താക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ടവരിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തു. കപ്പലിന് തൂക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ ഒന്നിലേറെയോ യാത്രക്കാരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നു എന്നതാണ് അവസ്ഥ. അങ്ങനെ ഒഴിവാക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ട ആളുകളെ ഒരുപക്ഷെ ഇവര് അത്തരം ആളുകളെ, ആർക്കാണോ നറുക്ക് വീഴുന്നത് ആ ആളുകളെ പിടിച്ച് കടലിലേക്ക് തള്ളുക എന്നതായിരിക്കണം അവർ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും യൂനുസ് അലൈഹിസ്സലാം ദൗർഭാഗ്യവശാല് അങ്ങനെ പുറത്തേക്ക് എടുത്തെറിയപ്പെട്ടവരുടെ കൂട്ടത്തിലായി. അപ്പോ ഒന്നിലേറെ ആളുകൾ എറിഞ്ഞു കാണണം, അല്ലെങ്കിൽ ഒരുപക്ഷെ യൂനുസ് അലൈഹിസ്സലാം മാത്രമായിരിക്കും അവിടെ എക്സസ് ആയിട്ടുണ്ടായിരുന്നത്.
കാരണം അദ്ദേഹം അനുമതിയൊന്നുമില്ലാതെ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പാഞ്ഞു കയറിയതാണല്ലോ, ഒളിച്ചോടുന്ന ആളല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഈ കപ്പലിൽ യാത്ര ചെയ്യാനുള്ള അനുമതിയോ അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ കണ്ട് അതിനു വേണ്ടിയുള്ള അനുവാദം വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും ആ കപ്പല് അങ്ങനെ ഒരു ഭീഷണി നേരിടുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ അദ്ദേഹം എന്തായാലും ഈ നറുക്കെടുപ്പില് ഭാഗവാക്കാകേണ്ടി വന്നു. അതിനെ തുടർന്ന് പുറന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹം പെടുകയും ചെയ്തു. വക്കാന മിനൽ മുദ്ഹലീൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഫക്കാന മിനൽ മുദ്ഹലീൻ, അദ്ദേഹം പുറന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം മാത്രമായിരിക്കും പുറത്തേക്ക് എറിയപ്പെട്ടിട്ടുണ്ടാവുക. ഈ പ്രയോഗം ഖുർആനില് ഈ ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് അവരിൽപ്പെട്ടവരായി എന്നത് ഒരു കോമണായ ഖുർആനില് പലയിടത്തും സ്വീകരിക്കപ്പെടുന്ന ഒരു ശൈലിയാണ്. ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ പോലും വക്കാന മിനൽ ളാലിമീൻ എന്ന് സൂചിപ്പിക്കും. കാരണം ളാലിമുകൾ വേറെയും പലയിടത്തും പല കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ സംഘത്തിൽ ഇയാളും പെട്ടു എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. ഈ മുദഹല് എന്നത് പുറത്താക്കപ്പെട്ടവൻ എന്നാണ്, അതും പറഞ്ഞാൽ മതി ഇവിടെ. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എക്കാലത്തേക്കുമായി ഒരേ ഒരാൾ മാത്രമേ പുറന്തള്ളപ്പെട്ടവരുണ്ടായുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. വേറെയും പല ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ടവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയും മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ ഒരു പക്ഷേ യൂനുസ് അലൈഹിസ്ലാം മാത്രമായിരിക്കണം ഈ പുറത്തേക്ക് എറിയപ്പെട്ടത്, അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കണം. രണ്ടിനും സാധ്യതയുണ്ട്. ഫൽതഖമഹുൽ ഹൂത്ത്, അങ്ങനെ അദ്ദേഹത്തെ അവര് പിടിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞതോടുകൂടി അദ്ദേഹം കടലില് പതിച്ച ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരു വലിയ മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. ഫൽതഖമഹുൽ ഹൂത്ത്, ഹൂത്ത് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മത്സ്യം എന്നാണ് ഈ പദത്തിന്റെ സൂചന. നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഈ പദം മൂസ അലൈഹി ഇസ്ലാമിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖിളർ അലൈഹി ഇസ്ലാമിനെ കൂടിക്കാഴ്ച നടത്തുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഹൂത്ത് എന്നുള്ള ആ പ്രയോഗം മത്സ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയാണ് ഉണ്ടാവുന്നത്. കടലിലേക്ക് എറിയപ്പെടുന്നു. ആ നിമിഷം തന്നെ ഒരു അത്യുഗ്രൻ മത്സ്യം, തിമിംഗലമാണെന്നാണ് ബൈബിൾ സ്രോതസ്സിലും അതുപോലെയുള്ള ചരിത്ര സ്രോതസ്സുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ വലിയൊരു മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപാർഹനായിരുന്ന ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ആക്ഷേപാർഹനായ വിധത്തിൽ. അപ്പോ യൂനുസ് അലൈഹി ഇസ്ലാമിനെ മത്സ്യം വിഴുങ്ങുന്നത് അദ്ദേഹം എന്തെങ്കിലും ആക്ഷേപം അർഹിക്കാത്ത, വിമർശനത്തിന് അർഹതയില്ലാത്ത വിധത്തില്, എല്ലാം സ്തുത്യർഹമായ വിധത്തില്, എല്ലാം അന്യൂനമായ വിധത്തില് നിർവഹിച്ച ഒരവസ്ഥയിലല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ കുറ്റക്കാരനാണ്, ആക്ഷേപം അർഹിക്കുന്ന അവസ്ഥയിലാണ്. മുലീം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ലായിം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവൻ, ലൗമത്ത് എന്ന് പറഞ്ഞ ആക്ഷേപം, ഇതൊക്കെ ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങളാണ്. ലാ യഖാഫൂന ലൗമത്ത ലായിമിൻ എന്നൊക്കെ ഖുർആനിൽ കാണാം. ലൗമത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപം, ലായിം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവൻ, മുലീം എന്ന് പറഞ്ഞാൽ ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാൾ, അങ്ങനെയൊക്കെയാണ്. അപ്പോ മുലീമായ അവസ്ഥയിൽ, മുലീമും അബക്കയും ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഉള്ള വിധത്തില് യൂനുസ് അലൈഹി ഇസ്ലാമിനെ വിവരിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒന്ന് ഒളിച്ചോടിയതാണ്. ഒളിച്ചോടുന്നത് യജമാനന്റെ അടുത്ത് നിന്ന് അടിമ ഒളിച്ചോടുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ, അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാതെ തന്നെ രംഗം വിട്ട് ഓടിയ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ നടപടിയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ അദ്ദേഹം ആക്ഷേപാർഹനായിരിക്കെയാണ് മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. മത്സ്യം വന്ന് അദ്ദേഹം വെള്ളത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ഒരു ഉഗ്രൻ മത്സ്യം അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്തു.
അദ്ദേഹം കുറ്റക്കാരനാണ്. ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ വീക്ഷണത്തില് ആക്ഷേപാർഹനാണ്. തെറ്റായ ഒരു 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 തീരുമാനം എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ രംഗം വിട്ടു പോവുകയായിരുന്നല്ലോ. അപ്പോ അള്ളാഹു തീർച്ചയായിട്ടും ആ ഒരു നടപടി യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് ശരിയായ ഒരു നടപടിയായിട്ട് കാണുന്നില്ല. അള്ളാഹു അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതാണ് തുടർന്നുള്ള ആയത്ത് വ്യക്തമാക്കുന്നത്. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന് വിധേയപ്പെട്ട, അള്ളാഹുവിന് കീഴ്പ്പെട്ട, അവന് സമർപ്പിച്ചിട്ടുള്ള അവന്റെ ഇബാദുകളിൽ പെട്ടവൻ തന്നെയായിരുന്നു എന്നതാണ് സൂചന. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം എങ്കിൽ ലലബിസ ഫീ ബത്നിഹി, അദ്ദേഹം ഈ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ തങ്ങുമായിരുന്നു. ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ യൂനുസ് അലൈഹിസ്സലാം അടിസ്ഥാനപരമായി ഒരു സംശയമൊന്നുമില്ല, വളരെ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. അള്ളാഹു ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തിയ ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചെറിയ അക്ഷമ സംഭവിച്ചു. അത് കാരണമായി മുൻപിൻ ആലോചനയില്ലാതെ അള്ളാഹുവിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം രംഗം വിട്ടോടി. പുറപ്പെടാനിരിക്കുന്ന ഫുള്ളി ലോഡഡ് ആയ ഒരു കപ്പലിലാണ് അദ്ദേഹം പാഞ്ഞു കയറിയത്. അവിടെ ചെന്ന് കയറി കപ്പൽ പുറപ്പെട്ടു. അതോടെ കപ്പല് അതിന്റെ ആട്ടവും ഇളക്കവും ഒക്കെ ആയി കടലില് ആണ്ടുപോകുമെന്ന ഒരു ഭീതി പരന്നു. അപ്പോ കപ്പലിന്റെ ആളുകള് കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി. നറുക്കെടുത്ത് ആർക്കാണോ നറുക്ക് കിട്ടുന്നത് അയാളെ കപ്പലിൽ നിന്ന് പുറന്തള്ളുക, എന്നാൽ ബാക്കിയുള്ളവർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്നൊരു തീരുമാനത്തിലെത്തി. അത് അങ്ങനെ പുറന്തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തില് യൂനുസ് അലൈഹി ഇസ്ലാം അകപ്പെടുകയുണ്ടായി. അദ്ദേഹം പുറത്തേക്ക് എറിയപ്പെട്ട ആ നിമിഷം തന്നെ അദ്ദേഹത്തെ ഒരു മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. അദ്ദേഹം ആക്ഷേപാർഹനായ അവസ്ഥയിലാണ് മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുന്നത്. അത് പ്രത്യേകം അള്ളാഹു പറയുന്നുണ്ട്. ഈ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ അതൃപ്തിയാണ് അള്ളാഹുവിടെ പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ആയിരുന്നില്ലെങ്കിൽ എന്നാണ്. രണ്ട് നിലയ്ക്ക് ഈ മുസബ്ബിഹ് എന്ന വാക്കിനെ മനസ്സിലാക്കാം. ഒന്ന്, യൂനുസ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ തന്നെ, അല്ലെങ്കിൽ യൗവനത്തിലെത്തിയ നാൾ മുതൽ തന്നെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ പ്രകീർത്തിക്കുന്ന ഒരു നല്ല മുസ്ലിം ആയിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നതാണ് ഒരു കാര്യം. അതല്ലെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിയ ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് ഒരു സൂചന നൽകുന്നുണ്ട് അതിനെക്കുറിച്ച്. മത്സ്യത്തിന്റെ വയറ്റിലേക്ക് എത്തിപ്പെട്ടപ്പോ യൂനുസ് അലൈഹിസ്സലാം വല്ലാത്ത കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ആ സന്ദർഭത്തെ, മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ട സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ്. മത്സ്യം വിഴുങ്ങിയതോടെ യൂനുസ് അലൈഹി ഇസ്ലാം മരിച്ചു പോകണമെന്നില്ല. യൂനുസ് അലൈഹി ഇസ്ലാമിനെ പിന്നെ അള്ളാഹു ആ ഒരു വളരെ വലിയൊരു പാഠം പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ എത്തിക്കുകയാണ് ചരിത്രം. എന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോ വിവരിക്കുന്നില്ല. അപ്പോ അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവനായിരുന്നില്ലെങ്കിൽ എന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നില്ലെങ്കിൽ എന്ന നിലക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സന്ദർഭത്തില് അദ്ദേഹം തസ്ബീഹ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കേണ് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഉണ്ടാവുക? ലലബിസ ഫീ ബത്നിഹി, അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ, ബത്തുൻ എന്ന് പറഞ്ഞാൽ വയറാണ്, മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ
തങ്ങുമായിരുന്നു, കഴിയുമായിരുന്നു. ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ രൂപപ്പെടാൻ ഇടയുള്ള ഒരു ചോദ്യം, ഇവിടെ ഈ മത്സ്യം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ജീവിക്കുന്ന മത്സ്യമാണോ? അതുപോലെ യൂനുസ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഈ ഒരു ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ യൂനുസ് അലൈഹി ഇസ്ലാം ജീവനോടെ അന്ത്യനാള് വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ മത്സ്യത്തിന്റെ വയറ്റില് കഴിയുമായിരുന്നോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. ആ ഒരു എക്സ്റ്റെന്റോളം കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നതാണ് പല പ്രമുഖ മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്നത്. അത് അള്ളാഹു യൂനുസ് അലൈഹി ഇസ്ലാമിന് ആ മത്സ്യത്തിന്റെ വയറ് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം അടയാളപ്പെടുത്തുന്ന ഇടമായി, അദ്ദേഹത്തിന്റെ ഖബറിടമാക്കി മാറ്റുമായിരുന്നു. അന്ത്യനാള് വരെ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞതിനെ തുടർന്ന് സമുദ്രത്തിലൊക്കെ ലയിച്ചു ചേർന്ന് അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ബറിയൽ നടക്കുക. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ആ സമുദ്രത്തിന്റെ അടിയിൽ നിന്നായിരിക്കണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കാവുന്ന ആ ഒരു വായന സാധ്യമാണ്. മറ്റൊരു സാധ്യതയുള്ളത്, ഈ രണ്ട് സംഗതിയും, ആ മത്സ്യം അന്ത്യനാൾ വരെ ജീവനോടെ നിലനിൽക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി സത്യമായി സംഭവിപ്പിക്കാൻ പ്രയാസമുള്ള സംഗതിയല്ല. യൂനുസ് അലൈഹി ഇസ്ലാമിനും മത്സ്യത്തിന്റെ വയറ്റിനകത്ത് അന്ത്യനാൾ വരെ ഞെരുങ്ങി അമർന്ന് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയും സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇത് ആ പ്രയോഗത്തിന്റെ ഒരു ആലങ്കാരികത കൂടി അടങ്ങുന്ന വിധത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം എന്നാണ് ഞാൻ കരുതുന്നത്. അത് അതിന്റെ ഒരു അതിശയോക്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹിതീയമായ ഒരു ശൈലിയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ യുക്തം. ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അന്ത്യനാള് വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിയുമായിരുന്നു, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്നവനായിരുന്നില്ലെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതിന്റെ ചില വിശദാംശങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ ഈ അബക്ക എന്ന വാക്കൊക്കെ ഞാൻ വിശദീകരിച്ചു. യൂനുസ് അലൈഹി ഇസ്ലാം കപ്പലിൽ സഞ്ചരിച്ച, അദ്ദേഹം കടലിലേക്ക് എറിയപ്പെട്ട ആ സംഗതികളുമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതുപോലെ മത്സ്യത്തിന്റെ വയറ്റില് അന്ത്യനാള് വരെ, ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെ കഴിയേണ്ടി വരുമായിരുന്നു എന്ന് അള്ളാഹു സൂചിപ്പിച്ച കാര്യത്തിന്റെ രണ്ട് അർത്ഥ സാധ്യതകളും നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു കാര്യം, അത് സൂറത്തുൽ അംബിയായില് അള്ളാഹു നൽകുന്ന ഒരു വിവരണത്തിലാണ്. 87, 88 ആയത്തുകളിലായിട്ട് സൂറത്തുൽ അംബിയായില് യൂനുസ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. അവിടെ പേര് പറയാതെയാണ് പരാമർശിക്കുന്നത്. അവിടെ ദന്നൂൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ദന്നൂൻ എന്ന ഒരു പരാമർശമാണ് യൂനുസ് അലൈഹി ഇസ്ലാമിനെ സൂചിപ്പിക്കാൻ വേണ്ടി സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പരാമർശിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, ഫനാദ ഫിൽ ദുലുമാതി, അദ്ദേഹം മത്സ്യത്തിന്റെ ആ അന്ധകാരങ്ങളിൽ കഴിഞ്ഞുകൊണ്ട്, മത്സ്യത്തിന്റെ വയറ്റിന്റെ അന്ധകാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ലെയർ ഇരുട്ടാണ് അവിടെ വരുന്നത്. അത് നമുക്കറിയാം, കടലിന്റെ അന്ധകാരത്തെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ നൂറിൽ പരാമർശിച്ച് നമ്മൾ കണ്ടതാണ്. തിരമാലകളുടെ ഇരുട്ടും മേഘങ്ങളുടെ ഇരുട്ടും കടലിന്റെ പല ലെയർ ഇരുട്ടും ഒക്കെ ചേർന്ന് വന്നിട്ട് ലുലുമാത്തിന്റെ മേൽ ലുലുമാത്ത് എന്ന വിധത്തിൽ ഖുർആൻ അത് പരാമർശിക്കുന്ന ആയത്തുൽ ലുലുമാത്ത് എന്നറിയപ്പെടുന്ന ഒരു ആയത്ത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഫനാദാഫിൽ ലുലുമാത്ത്, അങ്ങനെയുള്ള ഈ അന്ധകാരത്തിൽ കഴിഞ്ഞുകൊണ്ട്, കടലിന്റെ അന്ധകാരം, കടലിനെ പൊതിഞ്ഞുകൊണ്ടുള്ള മേഘങ്ങള് സൃഷ്ടിക്കുന്ന അന്ധകാരം, തിരമാലകളുടെ അന്ധകാരം, മത്സ്യത്തിന്റെ വയറ് സൃഷ്ടിക്കുന്ന അന്ധകാരം, ഇങ്ങനെയുള്ള അന്ധകാരങ്ങൾക്കൊക്കെ അകത്തായിട്ട് യൂനുസ് അലൈഹിസ്സലാം കഴിയുമ്പോ അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അള്ളാഹുവെ നീ അല്ലാതെ വേറൊരു ആരാധ്യനുമില്ല, നീ അങ്ങേയറ്റം അന്യൂനനാണ്, പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ,
നിശ്ചയമായിട്ടും ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയി, ഞാൻ ദുൽമ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തെറ്റ് ഏറ്റു പറയുകയാണ് യൂനുസ് അലൈഹിസ്സലാം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനില് 5 തവണയാണ് യൂനുസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. അത് സൂറത്തുൽ നിസാഇൽ 163 ആയത്തിലും സൂറത്തുൽ അൻആമിൽ 86 ആയത്തിലും അതുപോലെ സൂറത്ത് യൂനുസിൽ അങ്ങനെ ഒരു പേരില് യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, 10ാമത്തെ സൂറത്ത്. അതിൽ 98 ആയത്തിലും അദ്ദേഹത്തിന്റെ പേര് വരുന്നുണ്ട്. അതുപോലെ ഈ സോഫാത്തിൽ നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ 139 ആയത്തിലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുകയാണ്. പേര് പരാമർശിക്കപ്പെടാതെ സൂറത്തുൽ അംബിയായില് 87, 88 ആയത്തുകളിൽ ദന്നൂൻ എന്ന പ്രയോഗം എന്ന സൂചനയിലൂടെ അദ്ദേഹത്തെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ 5 സന്ദർഭങ്ങളിലായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ യൂനുസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹം പൗരാണിക വടക്കൻ ഇറാഖിലെ ഭാഗമായിരുന്ന അസീറിയയിലെ നിനേവ പട്ടണത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. വളരെ ദുഷ്ടന്മാരായ വിഗ്രഹാരാധകരായ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 100,000-ലേറെ ആളുകൾ അധിവസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമാണ്. അങ്ങനെ അദ്ദേഹം നാടുവിട്ട് രംഗം വിട്ട് പോയതിനു ശേഷം വീണ്ടും അല്ലാഹു അദ്ദേഹത്തെ അങ്ങോട്ട് തിരികെ കൊണ്ടുവരികയാണ്. അതാണ് ചരിത്രത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ആ സന്ദർഭത്തില് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഈ നാട്ടുകാര്, നിനവയിലെ ആളുകൾ, 100,000-ഓളം വരുന്ന ആളുകള് യൂനുസ് അലൈഹി ഇസ്ലാമിനോട് അവര് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത് വലിയ അക്രമമായി പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ വിശ്വസിക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും സന്നദ്ധരാവുകയുണ്ടായി. അവരൊക്കെയും തന്നെ വിശ്വാസികളായി മാറി. ഈ 100,000-ഓളം വരുന്ന ഈ അനുയായികളെ അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായി, അനുയായികളായിട്ട് നൽകുകയുണ്ടായി എന്നൊക്കെ ഖുർആൻ സൂചന നൽകുന്നുണ്ട്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹം ദൗത്യം നിർവഹിക്കുകയുണ്ടായത് ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിന് മുമ്പ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് മുമ്പ് ഏകദേശം ഒരു 9 നൂറ്റാണ്ട് മുമ്പായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ യൂനുസ് അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നതിന് മുമ്പ് ഈ സൂറത്തില് ഇല്യാസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇല്യാസ് അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഇറാഖിലെ നിനേവ പട്ടണത്തിൽ വന്ന പ്രവാചകൻ, അല്ലെങ്കിൽ അവിടെ ദൗത്യം നിർവഹിച്ച പ്രവാചകനായിരുന്നു യൂനുസ് അലൈഹി ഇസ്ലാം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരേ കാലഘട്ടമാണത്. പിന്നെ യൂനുസ് അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല എന്നതും ഈ ആൻഷ്യന്റ് ഇറാഖിലെ നിനേവ പട്ടണത്തിലെ മറ്റൊരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന, അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിരുന്നത്. അവർക്ക് ഈ ബനു ഇസ്രായേൽ സമൂഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എന്നതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോ ഏകദേശം ഇല്യാസ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്, പക്ഷേ മറ്റൊരു ഭൂപ്രദേശത്ത് ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് യൂനുസ് അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആനും അതുപോലെ ബൈബിൾ സ്രോതസ്സുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂനുസ് അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നടത്തിയ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അല്ലാ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വലിയ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നതിന്റെ ഒരു രീതിയാണ് യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.